ഘടകപൂരങ്ങൾ 1 മണിയോടുകൂടി സമാപിക്കും. ഇതാ ലാലൂർ ഭഗവതി, അതിനിടയിൽ ചൂരക്കോട്ടുകാവ്, അയ്യന്തോള്, നെയ്തലക്കാവ് എന്നീ ഭഗവതിമാരുടെ പൂരങ്ങൾ കഴിഞ്ഞാൽ മഠത്തിൽ തിരുവമ്പാടി ഉണ്ണിക്കണ്ണന്റെ, തിരുവമ്പാടി ശ്രീകൃഷ്ണന്റെ കോലത്തിൽ തിരുവമ്പാടി ഭഗവതി നടുവിൽ മഠത്തിൽ ഇറക്കിപ്പൂജയ്ക്കായി എത്തിക്കഴിഞ്ഞു. ഇറക്കിപ്പൂജയ്ക്ക് ശേഷം 11:30 ബ്രഹ്മസമ്മടത്തിൽ നിന്ന് പഞ്ചവാദ്യത്തോടെ 896 അക്ഷരകാലത്തിലുള്ള പതിഞ്ഞ കാലത്തിലുള്ള പഞ്ചവാദ്യത്തോടെ കോങ്ങാട് മധു നയിക്കുന്ന പല്ലാവൂർ പെരുമയുടെ ഇന്നത്തെ കാവലാളായ കോങ്ങാട് മധു നയിക്കുന്ന പഞ്ചവാദ്യം, കോട്ടക്കൽ രവിയുടെ മദ്ദളവും മച്ചാട് മണികണ്ഠന്റെ കൊമ്പും ചേലക്കര സൂര്യന്റെ ഇലത്താളവും അതുപോലെ തന്നെ പല്ലശന സുധാകരന്റെ ഇടക്കയുമായി അതിമനോഹരമായ പഞ്ചവാദ്യം 3 മണിവരെ നാക്കിനാലിൽ സമാപിക്കും. ഉച്ചയ്ക്ക് 12 മണിക്ക് ഏഷ്യയിലെ തന്നെ ഏറ്റവും ഭാരമേറിയ ആന, ഗുരുവായൂരപ്പന്റെ സ്വന്തം ആന ഗുരുവായൂർ നന്ദന്റെ പുറത്തേറി 15 ആനകളുടെ അകമ്പടിയോടുകൂടി സർവാഭരണ വിഭൂഷിതയായ പാറമേക്കാവിലമ്മ വിളംബകാലത്തിലുള്ള ചെമ്പടമേളത്തോടെ ഇലഞ്ഞിത്തറയിലേക്ക് പുറപ്പെടും. പാറമേക്കാവ് ക്ഷേത്രത്തിന് മുമ്പിൽ പൂരം പാണ്ടി കൊലുമ്പലും അത് കഴിഞ്ഞ് കയറി വന്ന് വിളംബകാലത്തിൽ തുടങ്ങി പാണ്ടി തുറന്നു പിടിക്കുകയും പാർട്ടിയുടെ അടച്ചുകലാശവും എടുത്തുകലാശവും തകൃതകൃതയും ഇടകാലവും ഏഴക്ഷരകാലത്തിലുള്ള തകൃതകൃതയും അതുപോലെ തന്നെ മുട്ടിന്മേലേറ്റിയും എന്ന് തുടങ്ങി പാണ്ടിക്കുഴമറിഞ്ഞ് 4:30 സമാപിക്കുമ്പോൾ ആസ്വാദകർ ആവേശ കൊടുമുടിയിലെത്തും. തുടർന്നാണ് പാറമേക്കാവ് തിരുവമ്പാടി വിഭാഗങ്ങളുടെ കുടമാറ്റം നടക്കുക. കുടമാറ്റം തെക്കേ ഗോപുരത്തിലൂടെ പുറത്തിറങ്ങി ഗോപുരത്തിന് സമീപത്ത് തിരുവമ്പാടി ഭഗവതിയും സ്വരാജ് റൗണ്ടിൽ പാറമേക്കാവ് ഭഗവതിയും അഭിമുഖം നിൽക്കുമ്പോൾ ഏകദേശം 60-ലധികം കുടകൾ, 60 സെറ്റിലധികം കുടകൾ മാറുമ്പോൾ അത് പകൽപൂരത്തിന് സമാപനമാണ്. രാത്രിപൂരം തുടരുന്നു. രാത്രിയിൽ ആ പൂരം തുടർന്നാൽ പൂരത്തിന് ശേഷം വെടിക്കെട്ട്. നാളെ 2 ഭഗവതിമാരുടെയും പകൽപൂരം ഉപചാരം ചൊല്ലി പിരിയുന്നതോടുകൂടി പൂരക്കഞ്ഞി കുടിച്ചാൽ എല്ലാവർക്കും സ്വസ്ഥമായി പൂരം കഴിഞ്ഞ് പിരിയാം. പിന്നീട് 1 വർഷത്തെ കാത്തിരിപ്പ്. അനിയന്മാരാണല്ലോ 3ാം ഹാട്രിക് തയ്ക്കാൻ പോണ എലിഞ്ഞിത്തറയ്ക്ക്, അതായത് എലിഞ്ഞിത്തറ മേളത്തിൽ കിഴക്കൂട്ടനിയന്മാരാർ ഈ നൂറ്റാണ്ടിന്റെ പ്രമാണി. പാറമേക്കാവിനും തിരുവമ്പാടിക്കും വേണ്ടി മേളം പ്രമാണിച്ച ഒരേയൊരു മേളപ്രമാണി കിഴക്കൂട്ടനിയന്മാരാർ. പരിയാരത്ത് കുഞ്ചുമാരാർ, പരിയാരത്ത് കുഞ്ഞന്മാരാർ, പരിയാരത്ത് കുഞ്ചുമാരാർ, പല്ലശന പത്മനാഭമാരാർ, അതിനുശേഷം പല്ലാവൂരപ്പുമാരാർ, രാമങ്കണ്ടത്ത് കൃഷ്ണൻകുട്ടിമാരാർ, അതിനിടയിൽ ചക്കംകുളമപ്പുമാരാർ എന്നിവരുടെ ഒക്കെ ഒപ്പം 36 വർഷം അടുപ്പിച്ച് പാറമേക്കാവിന് വേണ്ടി കൊട്ടുകയും പിന്നീട് ഘടകപൂരങ്ങൾക്ക് വേണ്ടി കൊട്ടി ഒരു 12 വർഷക്കാലം തിരുവമ്പാടിക്ക് വേണ്ടി മേളം പ്രമാണിച്ച് പാറമേക്കാവിനും തിരുവമ്പാടിക്കും വേണ്ടി മേളം പ്രമാണിച്ച ഈ നൂറ്റാണ്ടിലെ ഏക പ്രമാണിയാണ് കിഴക്കൂട്ടനിയന്മാരാർ എന്നുള്ളത് അദ്ദേഹത്തിന്റെ മേളപ്പെരുക്കത്തിന്റെ ആ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. തന്നെയാണ് നമ്മളിപ്പോൾ ഈ സംസാരിച്ചത് പൂരപ്രേമി സംഘത്തിന്റെ വിനോദനാണ്. പൂരപ്രേമി സംഘത്തിന്റെ നെടുന്തൂണ് അദ്ദേഹം തന്നെയാണ്. ഈ പൂരപ്രേമി സംഘമൊക്കെ ഉണ്ട് തൃശ്ശൂരിന്. അപ്പൊ അവരാണ് ഈ ചടങ്ങ് കാര്യങ്ങളും ഒക്കെ തന്നെ പൂരത്തിന്റെ മറ്റു കാര്യങ്ങളായി മുന്നോട്ട് പോകുന്നതാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച് പറഞ്ഞു വന്ന പോലെ തന്നെ ഇപ്പോൾ അക്ഷയ്ക്ക് ഒരുപക്ഷെ പൂരത്തിന്റെ നമ്മൾ ഇത്ര നേരം പറഞ്ഞതിനപ്പുറത്തേക്കുള്ള ഒരുപാട് കാര്യങ്ങൾ ഒക്കെ തന്നെ മനസ്സിലായിട്ടുണ്ടോ, അല്ലെങ്കിൽ കൂടുതൽ കൃത്യമായിട്ടുള്ള വിവരണങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ആ പറഞ്ഞതുപോലെ തന്നെയാണ്, അങ്ങനെ തന്നെയാണ് അതിന്റെ ഒരു ചടങ്ങുകൾ. അതായത് ഇത്തരത്തിൽ ഈ ഘടകപൂരങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ മഠത്തിൽ വരവ് കഴിഞ്ഞു കഴിഞ്ഞാലാണ് ഈ പാറമേക്കാവിന്റെ വരവും. അങ്ങനെ ഓരോ കാര്യങ്ങളും ഉണ്ട്. എന്തായാലും നമ്മുടെ സംസാരിക്കുന്നുണ്ട്. വേണം പറഞ്ഞോളൂ. പാറമേക്കാവ് ഭഗവതി എഴുന്നള്ളിച്ചു വരുന്ന സമയത്ത് ക്ഷേത്രത്തിൽ നിന്ന് സോപാനത്തിൽ നിന്ന് ചൊല്ലുന്ന സ്തുതികളാണ് ബ്രാഹ്മണിയമ്മ പാട്ട് എന്ന് പറയുന്നത്. ഈ ബ്രാഹ്മണി പാട്ട് എന്ന് പറയുന്നത് നമ്പീശന്റെ ഭാര്യയാണ് ബ്രാഹ്മണിയമ്മ എന്ന് പറയാം. അപ്പോൾ ഈ ബ്രാഹ്മണിയമ്മ പാട്ട് അല്ലെങ്കിൽ ബ്രാഹ്മണിപ്പാട്ട് പാറമേക്കാവ് ഭഗവതിക്ക് ആലപിക്കുന്ന കളകക്കാരിയാണ്. കേൾക്കാൻ തോന്നുന്നല്ലേ ബ്രാഹ്മണിക പാട്ടൊന്നും കേൾക്കാൻ തോന്നുന്നു. ശരരിപു ചൊല്ലിയ വണ്ണം തൊഴുതു പുറപ്പെട്ടമിഴാതൊരു പെരിയവനത്തിനകം പൂക്കരുളിന ഭദ്രേ ജയ ജയ ശ്രീഭദ്രകാളി നിദ്രവടിയെ ഞാൻ സ്തുതിക്കുന്നേ. ദാരികനെന്ന ദാനവരാജനൊടിന്നു പടയ്ക്കൊരു വാഹനമാവൻ എന്നോടുകൂടി പോരികയെന്നു പിശാചിയോടരുളിന ഭദ്രേ ജയ ജയ ശ്രീഭദ്രകാളി തിരുവടിയെ ഞാൻ സ്തുതിക്കുന്നേ. അതിന്റെ ഒരു ഭംഗി തന്നെയല്ലേ ഇത് ചൊല്ലി. എത്ര കാലമായി ഇപ്പൊ ഇങ്ങനെ? 28 വർഷമായി പാറമേക്കാവില് ബ്രാഹ്മണിപ്പാട്ട് ചൊല്ലി വരുന്നു. എന്റെ പേര് മായാദേവി എന്നാണ്. 28 വർഷമായിട്ട് പാറമേക്കാവിനുണ്ട്. അതൊരു വല്ലാത്തൊരു കൈമ്പീരീടും കൂടിയാണെന്നുള്ളതാണ്.
ഇപ്പൊ പൂരങ്ങളൊക്കെ അതുകൊണ്ട് കാണും ചെയ്യും. അപ്പൊ പൂരത്തിന് വലിയ മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടില്ല. നല്ലോണം വന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് എടുത്തു ഇത്രയും പ്രശസ്തി മീഡിയ വന്നതിന് ശേഷമാണ് പൂരങ്ങൾക്ക് ഇത്ര അധികം പ്രശസ്തി വന്നത്. അതിനു മുമ്പ് ഇത്ര അധികം ഉണ്ടായിരുന്നു. മീഡിയകൾ വരുന്നതിന് മുമ്പ് വളരെ പേപ്പറിൽ പത്രങ്ങളിൽ മാത്രമുള്ള ഇതല്ലേ ഉണ്ടായിരുന്നുള്ളൂ. മറ്റു ചാനലുകൾ വന്നു തുടങ്ങിയാണ് ഇപ്പോൾ കണ്ടു തുടങ്ങിയതും ഇത്രയും പ്രശസ്തിയായത്. അതിനേക്കാൾ ഉപരി പറയേണ്ടത് സ്ത്രീകൾക്ക് ആസ്വദിക്കാൻ തുടങ്ങിയത് മീഡിയ വന്നതിന് ശേഷം എന്ന് പറയേണ്ടി വരും ഞാൻ. കാരണം അയ്യന്തോളായാലും ശരി, കാരമുക്ക് ഭഗവതി ആയാലും ശരി, പനമുക്കുംപള്ളി ആയാലും ശരി, ഓരോ ക്ഷേത്രങ്ങളും എഴുന്നള്ളിച്ച് വരുന്ന ആ ഒരു ഭംഗി, ആ ഓരോ ക്ഷേത്രങ്ങളിലും ആ മേളവും പഞ്ചവാദ്യവും പാണ്ടിയും എല്ലാം കാണാൻ സാധിക്കുന്ന രീതിയിൽ മീഡിയ ഒരുക്കി എന്നുള്ളതിൽ സന്തോഷമാണ്. പക്ഷെ എന്നാലും ഈ ചൂടും ഈ വയർപ്പും ഈ ആനയുടെ ഒരു ചൂരും എന്ന് പറയും, തൃശ്ശൂർ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഈ ആനച്ചൂരും ഈ മേളവും ഈ തിരക്കും ഇതൊക്കെ തന്നെയാണ് തൃശ്ശൂരുകാരന്റെ ഈ എന്താ പറയാ പൂരം എന്ന് പറയുന്നത്. അതിന് ഇത്തരം ചടങ്ങുകൾ ക്ഷേത്രത്തിനുള്ളിൽ നടക്കുന്ന ചടങ്ങുകളാണ്. പല ദേവീക്ഷേത്രങ്ങളിലും ഇപ്പോഴും ഇത് നടക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും പല ക്ഷേത്രങ്ങളിലും എത്താത്ത അല്ലെങ്കിൽ ആൾക്കാരില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഇത്തരം ചടങ്ങുകൾ അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് തന്നെയാണ് അക്ഷയ. അപ്പോൾ പൂരത്തിന്റെ ആവേശം അതാ നമ്മുടെ ലാലു ഭഗവതി അങ്ങനെ നിൽക്കുകയാണ്. ആ കൊട്ടിക്കയറിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ പടിഞ്ഞാറേ ഗോപുരം നടവഴി ഉള്ളിലേക്ക് കയറും. അതിന് തൊട്ട് പിന്നിലായി മറ്റു ഭഗവതികളും അങ്ങനെ നിരന്നു നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഓരോരുത്തരായി ഇതിലേക്ക് തങ്ങളുടെ ഊഴം